Praise the Lord. Amen. ഞാൻ പ്രസംഗനല്ല, പ്രവാചകനുമല്ല. സാധാരണ ദൈവജനം ഒരു അതിഥിയായിട്ടൊരു പാസ്റ്റർ വന്നാൽ പ്രതീക്ഷിക്കുന്നത് പ്രവചനങ്ങളാണ്. ഇവിടെ ധാരാളം പ്രവാചകന്മാരുള്ളതുകൊണ്ട് ഞാനും കൂടെ പ്രവചിക്കേണ്ട ആവശ്യമില്ല. ആമേൻ. കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ദൈവസഭയെ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കാൻ വേണ്ടിയാണ്. ആമേൻ. മണവാട്ടി സഭയെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുന്നതാണ് ഞങ്ങളുടെ ശുശ്രൂഷ. അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുവാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് കഴിഞ്ഞ 25 വർഷമായി കർത്താവിൻ്റെ വേലയിലായിരുന്നിട്ടും അനേക ആൾക്കാർ എന്നെ വിളിച്ചിട്ടും ഞാൻ ഇന്ത്യ വിട്ടെങ്ങും പോകാതിരുന്നത് ആദ്യമായിട്ടാണ്. 25 വർഷത്തിനകത്ത് ആദ്യമായിട്ടാണ് ഇന്ത്യക്ക് വെളിയിൽ നേപ്പാളിലൊക്കെ പോയിട്ടുണ്ട് ഒരു മീറ്റിങ്ങിന് വേണ്ടി വരുന്നത്. സോ ഞാൻ മുഖവുര പറഞ്ഞ് സമയം കളയുന്നില്ല. ഈ ഒരാഴ്ചക്കാലം നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ വചനം പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ബുദ്ധിപരമായ കേൾവി കൊണ്ട് നമുക്ക് സൗഖ്യമൊന്നും ഉണ്ടാകത്തില്ല. ദൈവത്തിൻ്റെ വചനം അത് നമ്മുടെ അകത്ത് വെളിപ്പാടായി തീർന്നെങ്കിൽ മാത്രമേ അതിന് പ്രയോജനമുള്ളൂ. ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ്. ഓരോ തിരുവെഴുത്തും ദൈവത്തിൻ്റെ ആത്മാവും ജീവനും നിറച്ചു വച്ചിരിക്കുക. ആമേൻ. ഈ പുസ്തകത്തിലെ ഓരോ തിരുവെഴുത്തും ദൈവത്തിൻ്റെ ആത്മാവും ജീവനാലും നിറഞ്ഞിരിക്കുന്നതാണ്. അതിനെ വിഭജിക്കുമ്പോൾ, ആ വചനത്തെ മുറിക്കുമ്പോൾ അതിനകത്തു നിന്നും ദൈവജീവനും ദൈവാത്മാവും നമ്മിലേക്ക് ഇറങ്ങി വരും. അത് ബുദ്ധിപരമായ ഒരു പഠനമാണെങ്കിൽ നമുക്കൊരിക്കലും പുസ്തകത്തിലുള്ള വചനത്തിൻ്റെ ആത്മാവിനെയോ ജീവനെയോ സ്പർശിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ വചനം പഠിക്കുവാനുള്ള മനസ്സിനെയൊക്കെ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യണം. ആമേൻ. വചനം പഠിക്കാനുള്ള മനസ്സിനെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നിങ്ങളുടെ ഹൃദയം തുറക്കണം. ആത്മാവിനെ തുറന്നാൽ ദൈവത്തിൻ്റെ ജീവൻ, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ആത്മാവിലേക്ക് ഇറങ്ങി വരും. ഹല്ലേലൂയ. ഒരു പ്രീ കൺസീവ്ഡ് ഐഡിയാസുമായിട്ട് ഇരുന്നാൽ പരിശുദ്ധാത്മാവിന് നമ്മളെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. നമ്മൾ ജന്മന വിശ്വാസികളാണ്. പ്രത്യേകിച്ച് കേരള പെന്തക്കോസ്തുകാരെ പഠിപ്പിക്കാൻ വലിയ പ്രയാസവുമാണ്. നമുക്കൊത്തിരി അറിവുണ്ട്, പാരമ്പര്യമായി നമുക്കൊത്തിരി ജ്ഞാനമുണ്ട്. പക്ഷേ നമ്മുടെ ജ്ഞാനം നമ്മെ നിത്യതയിൽ എത്തിക്കത്തില്ല. തിരുവചനത്തിൻ്റെ വെളിപ്പാടുകൾ മാത്രമേ നമ്മെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ ഒരാഴ്ചയിലുള്ള നമ്മുടെ എല്ലാ വചന പഠനങ്ങളും നിത്യതയുടെ വെളിപ്പാടിൽ, സ്വർഗരാജ്യത്തിൻ്റെ വെളിപ്പാടിൽ, ദൈവ തേജസ്സിൻ്റെ വെളിപ്പാടിൽ നാം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആത്മാവ് നയിക്കുന്ന പോലെ വചനം പഠിക്കുകയും ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യും. പകൽ സെഷനുകളിൽ പ്രത്യേകിച്ച് രോഗസൗഖ്യത്തിനു വേണ്ടിയും മാനസികമായ സൗഖ്യത്തിനു വേണ്ടിയും ഉള്ള ക്ലാസ്സുകൾ എടുക്കുകയും പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. കഴിഞ്ഞ അനേക വർഷങ്ങളായ ദൈവം ഞങ്ങളെ കൗൺസിലിങ്ങിനും ഡെലിവറൻസിനും ഹീലിങ്ങിനും വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ വചനം പഠിപ്പിച്ചിട്ടില്ല അല്ലാതുള്ള ഒരു ഡെലിവറൻസും രോഗശാന്തി പ്രാർത്ഥന നടത്തത്തില്ല. പണ്ടൊക്കെ സ്റ്റേജുകളിൽ രോഗശാന്തിയൊക്കെ നടത്തുമായിരുന്നെങ്കിലും ഭൂതങ്ങളൊക്കെ പുറത്താക്കുമെങ്കിലും ഇന്ന് സൗഖ്യമാകുന്ന വ്യക്തി അടുത്ത ആഴ്ച മടങ്ങി വരുമ്പോഴും അതേ രോഗവുമായിട്ടാണ് മടങ്ങി വരുന്നത്. ഇന്ന് ഭൂതം പോയിട്ട് അടുത്ത ആഴ്ച വരുമ്പോഴും അതേ ഭൂതവുമായിട്ട് സഭയിലേക്ക് മടങ്ങി വരുന്നത്. കാരണം ദൈവത്തിൻ്റെ വചനം വന്ന് അവൻ്റെ അകം സൗഖ്യമാകാത്തത് കൊണ്ടാണ്. വസിക്കുന്ന പാപം അകത്ത് തുടരുന്നത് കൊണ്ട്
ദൈവകൃപയിലും പ്രാപിച്ച സൗഖ്യത്തിലും തുടരുവാൻ ഒരു വ്യക്തിക്ക് പറ്റുന്നില്ല. പകൽ സെഷനുകളിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് ഞാൻ പഠിപ്പിക്കുന്നതായിരിക്കും. വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഓക്കെ, ഇന്ന് ഞാൻ തുടക്കമായിട്ട് കൊലോസ്യ ലേഖനത്തിൽ നിന്നും ഒരു വാക്യം നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. കൊലോസ്യ ലേഖനത്തിൽ 1-ാം അധ്യായം 28-ാം വാക്യം. ഓക്കെ, നോക്കിയേ. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ, യേശുവിനെ അറിയിക്കുക എന്ന് പറഞ്ഞാൽ സുവിശേഷം പ്രസംഗിക്കുക എന്നർത്ഥം. ആമേൻ. നമ്മുടെ ഒന്നാമത്തെ ശുശ്രൂഷ എന്തുവാ? ദൈവത്തിൻ്റെ വചനം, നിത്യസുവിശേഷം, നിത്യരക്ഷയുടെ സുവിശേഷം, നിത്യരാജ്യത്തിൻ്റെ സുവിശേഷം, യേശുക്രിസ്തുവിനെ കുറിച്ച് ലോകത്തോട് അറിയിക്കുക എന്നുള്ളതാണ്. ഒന്ന്, അവനെ അറിയിക്കുക. രണ്ട്, ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. രണ്ട് കാര്യങ്ങൾ നോക്കിയാട്ടെ. ഒന്ന്, ഏതു മനുഷ്യനോടും പ്രബോധിപ്പിക്കുന്നു. രണ്ടാമത്തേത്, ഏതു മനുഷ്യനെയും സകല ജ്ഞാനത്തോടും കൂടെ എന്ത് ചെയ്യുന്നു? ഉപദേശിക്കുന്നു എന്ന് പോരാ, പഠിപ്പിക്കുന്നു. ടീച്ചിങ്, അതാണ് ഒരു വാക്ക്. മൂന്ന് കാര്യമാണ്. ഞങ്ങൾ അവനെക്കുറിച്ച് പ്രസംഗിക്കുന്നു, പ്രസംഗം. രണ്ട്, ഞങ്ങൾ ഏതു മനുഷ്യനും എന്ത് ചെയ്യുന്നു? പ്രബോധിപ്പിക്കുന്നു. മൂന്ന്, ഞങ്ങൾ ഏത് മനുഷ്യനെയും സകല ജ്ഞാനത്തോടും കൂടെ എന്ത് ചെയ്യുന്നു? പഠിപ്പിക്കുന്നു. ആമേൻ. മൂന്ന് കാര്യമാണ് ദൈവസഭയുടെ ശുശ്രൂഷയുടെ അടിസ്ഥാനപരമായ മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുക. രണ്ട്, ഏത് മനുഷ്യനെ എന്ത് ചെയ്യണം? പ്രബോധിപ്പിക്കണം. എന്തിനു വേണ്ടിയാ? ലോകത്തുള്ള മനുഷ്യനെയും പ്രബോധിപ്പിക്കണം, ദൈവസഭയ്ക്കകത്തുള്ളവരെയും പ്രബോധിപ്പിക്കണം. ലോകത്തുള്ള മനുഷ്യനെ പ്രബോധിപ്പിക്കേണ്ടത് യേശുവല്ലാതെ മറ്റൊരു മാർഗമില്ല. നിത്യരക്ഷ പ്രാപിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയിരിക്കുന്ന ഏക മാർഗം യേശുവാണ്, യേശുവിൻ്റെ ക്രൂശാണ്. അത് പ്രാപിക്കുന്നില്ലെങ്കിൽ അവന് നിത്യന്യായവിധി ഉണ്ടെന്ന് നാം ലോകത്തിലുള്ള എല്ലാ മനുഷ്യനും എന്ത് ചെയ്യണം? പ്രബോധിപ്പിക്കണം. അതുപോലെ തന്നെ ദൈവസഭയ്ക്കകത്തുള്ളവരെയും പ്രബോധിപ്പിക്കണം. ബലഹീനപ്പെട്ടു പോകുന്നവർ ദൈവസഭയ്ക്കകത്തുണ്ട്, പിന്മാറിപ്പോകുന്നവർ ദൈവസഭയ്ക്കകത്തുണ്ട്, ഞെരുക്കമുള്ളവർ ദൈവസഭയ്ക്കകത്തുണ്ട്. അവരൊക്കെ എന്ത് ചെയ്യണം? പ്രബോധിപ്പിച്ച് നിത്യരക്ഷയ്ക്കു വേണ്ടി, നിത്യരാജ്യത്തിനു വേണ്ടി നാം ഒരുക്കേണ്ട ആവശ്യമുണ്ട്. മൂന്നാമത്തേത്, സകല ജ്ഞാനത്തോടും കൂടി ഏത് മനുഷ്യനെയും എന്ത് ചെയ്യുന്നു? പഠിപ്പിക്കുന്നു. നോക്കിയേ, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കണം എന്ന് വെച്ചാൽ പുറത്തുള്ളവരോട് സുവിശേഷം പ്രസംഗിക്കണം, അകത്തുള്ളവരെ സകല ജ്ഞാനത്തോടും കൂടെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കണം. ദൈവത്തിൻ്റെ വചനം സകല ജ്ഞാനത്തോടും കൂടെ പഠിപ്പിക്കുന്നെങ്കിൽ മാത്രമേ ഒരു വ്യക്തി ക്രിസ്തുവിൽ തികഞ്ഞവനായി തീരത്തുള്ളൂ. നോക്കിയാട്ടെ, ഞങ്ങൾ അവനെ അറിയിക്കുന്നു, ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുന്നു, ഏത് മനുഷ്യനെയും സകല ജ്ഞാനത്തോടും കൂടെ എന്ത് ചെയ്യുന്നു? പഠിപ്പിക്കുന്നു. എന്തിനു വേണ്ടിയാ? ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കാൻ വേണ്ടിയാ. ദൈവസഭയുടെ ശുശ്രൂഷ ഇതാണ്, ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കണം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിലുള്ള വചന പഠനത്തിൻ്റെ ലക്ഷ്യമതാണ്, നിങ്ങൾ ക്രിസ്തുവിൽ തികഞ്ഞവരായിത്തീരണം. ആമേൻ. ക്രിസ്തുവിൽ തികഞ്ഞവരായിത്തീരുന്ന ഒരു കൂട്ടത്തെ കർത്താവിന് ആവശ്യമുണ്ട്. കർത്താവ് ഉപമ പറഞ്ഞു, 100 ആടുള്ള ഒരിടയൻ, അവൻ്റെ ഒരാട് നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടപ്പെട്ടു പോയ ആടിനെ അന്വേഷിച്ച് ഈ ഇടയൻ പോകുകയാണ്.
ഇടയൻ പോകുമ്പോൾ 99 ആടിനെയും മേച്ചിൽ പുറത്ത് വിട്ടിട്ടാണ് പോകുന്നത്. ആമേൻ. ഒരാടിനെ തേടി നഷ്ടപ്പെട്ടു പോയ ഒരാടിനു വേണ്ടി 99 ആടിനെയും വിട്ടിട്ടാണ് അദ്ദേഹം പോകുന്നത്. പിന്നെ പറയാണ്, അങ്ങനെ മാനസാന്തരം കൊണ്ട് ആവശ്യമല്ലാത്ത 99 ആടിനേക്കാൾ ദൈവത്തിന് ഈ ഒരാടിനെയും ആവശ്യമുണ്ട്. അപ്പം കാണാതെ പോയ ഒരാടിനു വേണ്ടി ദൈവത്തിന് ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ തന്നെ 99 ആടിൻ്റെ അവസ്ഥ എന്തുവാ? ഇടയൻ അത്ര ധൈര്യമുണ്ട് ഈ 99 ആടിനെ വിട്ടിട്ട് പോകാനായിട്ട്. നോക്കാൻ ഇടയനൊന്നുമില്ല. ആമേൻ. ശ്രദ്ധിക്കണമേ, ഈ 99 ആടിനെ അദ്ദേഹം വിട്ടിട്ടാ പോകുന്നത്. എന്താ കാരണം? ഈ 99 ആടുകൾക്ക് ഇനി മാനസാന്തരം കൊണ്ട് ആവശ്യമൊന്നുമില്ല എന്ന് വെച്ചാൽ അവ പൂർണ്ണമായി തികഞ്ഞവരാണ്, മാനസാന്തരം പൂർണ്ണതയെ പ്രാപിച്ചവരാണ്, വിശുദ്ധീകരണം പൂർണ്ണതയിൽ പ്രാപിച്ച ആടുകളാണ്. അവർ ക്രിസ്തുവിൽ തികഞ്ഞവരാണ്. അവരെ വിട്ടിട്ട് എവിടെ വേണമെങ്കിലും ഈ ഇടയന് പോകാം. ഈ 99 ആടുകൾ കൂട്ടം തെറ്റി പോകത്തില്ല. നോക്കുവാൻ ഇടയനില്ലെങ്കിലും ആ ആടുകൾ സ്വന്തം കാലിൽ നിൽക്കും. ആ ഉറപ്പാർക്കുണ്ട്? ഇടയനുണ്ട്. ആമേൻ. ദൈവസഭയിൽ ഇത്തരം ഒരു 99 ആടുകൾ വേണ്ടായോ? എൻ്റെ വാക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ല തോന്നുന്നു. ഇനി ഒരു ഇടയൻ്റെ ആവശ്യമില്ലാതെ, ഒരു പ്രവാചകന്റെ പ്രാർത്ഥനയില്ലാതെ, ഒരു പ്രവാചകന്റെ തലയിൽ കൈവയ്പ്പ് ആവശ്യമില്ലാതെ, മറ്റൊരു പാസ്റ്ററിന്റെ സഹായം ആവശ്യമില്ലാതെ സ്വന്തം കാലിൽ നിൽക്കുന്ന, സ്വയമായി പ്രാർത്ഥിക്കാൻ കഴിയുന്ന, സ്വയമായി ദൈവശബ്ദം കേൾക്കാൻ കഴിയുന്ന 99 ആടുകൾ ദൈവസഭയിൽ വേണ്ടായോ എന്നാണ് എൻ്റെ ചോദ്യം. എല്ലാ കാര്യത്തിനും പാസ്റ്റർ വേണം. കോഴിക്ക് പനി പിടിച്ചാൽ പ്രാർത്ഥിക്കാൻ പാസ്റ്റർ വേണം. ആടിന് പനി പിടിച്ചാൽ പ്രാർത്ഥിക്കാൻ പാസ്റ്റർ വേണം. എല്ലാ ദിവസവും ദൂത് വേണം. എല്ലാ ഞായറാഴ്ചയിലും അഭിഷിക്തന്മാർ തലയിൽ കൈവെക്കണം, പ്രാർത്ഥിക്കണം. എത്ര നാൾ നമ്മൾ ഇങ്ങനെ ജീവിക്കും? നിങ്ങളിൽ പലർക്കും എന്നെ ഇഷ്ടപ്പെടത്തില്ല എന്നെനിക്കറിയാം. നിങ്ങളാരും എന്നെ ഇഷ്ടപ്പെടാൻ വേണ്ടിയുമല്ല ഞാനിങ്ങോട്ട് വന്നത്. 28-ാം തീയതി വൈകിട്ട് തന്നെ തിരിച്ചു പോകും. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന് തികഞ്ഞവരായ സ്വർഗത്തിലെ പിതാവിൻ്റെ ബിസിനസ് ഈ ഭൂമിയിൽ നടത്തുവാൻ തികഞ്ഞവരായ ഒരു കൂട്ടം ജനത്തിന് ആവശ്യമാണ്. ആമേൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു കടയുണ്ടോ ചിന്തിക്കുക, മെഡിക്കൽ ഷോപ്പുണ്ടോ ചിന്തിക്കുക. ഒരു ദിവസം നിങ്ങൾക്ക് മെഡിക്കൽ ഷോപ്പിൽ പോകാൻ പറ്റിയില്ല, അന്ന് വേറെ ആവശ്യം വേണ്ടി പോവുകയാണ്. നിങ്ങളുടെ 5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ നിങ്ങളന്ന് നിങ്ങളുടെ മെഡിക്കൽ ഷോപ്പ് തുറക്കുവാനും കച്ചവടം നടത്താനും വിട്ടു എന്ന് ചിന്തിക്കുക. 5 വയസ്സുള്ള കുഞ്ഞ്, അവനെന്ത് ചെയ്യും? അവിടെ പോയിരുന്ന് പാരസെറ്റമോളും ക്രോസിനൊക്കെ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കും. അപ്പൻ്റെ ബിസിനസ് നടത്താൻ പ്രാപ്തിയൊന്നും അവനില്ല. ആമേൻ. എന്നാൽ നിങ്ങളുടെ 22 വയസ്സുള്ള പ്രായപൂർത്തിയായ നിങ്ങളുടെ മകനെ വിട്ടേ, അവൻ പോയി കട തുറന്ന് ശരിയായ രീതിയിൽ ബിസിനസ് ചെയ്യും. സ്വർഗത്തിലെ പിതാവിന് ഈ ഭൂമിയിൽ അവൻ്റെ ബിസിനസ് നടത്തുവാൻ, രാജ്യത്തിൻ്റെ ബിസിനസ് നടത്തുവാൻ തികഞ്ഞവരെ ആവശ്യമാണ്, പ്രായപൂർത്തിയുള്ളവരെ ആവശ്യമാണ്. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കേണ്ടതിന് ദൈവത്തിന് ഈ നാളുകളിൽ ഒരു പ്രവൃത്തിയുണ്ട് സഭയിൽ. കഴിഞ്ഞ നാളുകളിലൊക്കെ പ്രവചനത്തിൻ്റെയും പ്രവാചകന്മാരുടെയും ഒക്കെ അതിപ്രസരത്തിൽ സഭ ഇങ്ങനെ അങ്ങ് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുക. എന്നാൽ ഇത് അന്ത്യകാലമാണ്. യേശുവിൻ്റെ വരവിന് ഇനി അധികം സമയമൊന്നുമില്ല. നിങ്ങൾക്ക് അല്പം ജ്ഞാനമുണ്ടെങ്കിൽ ഈ ലോകത്തിലേക്ക് നോക്കിയാൽ മാത്രം മതി. ഈ ഭൂമിയുടെ അന്ത്യം എത്തിക്കഴിഞ്ഞുകൊണ്ടിരിക്കുക. യേശു കർത്താവിൻ്റെ വരവിന് ഇനി ഏറെ താമസമൊന്നുമില്ല. കർത്താവിൻ്റെ വരവിന് മുമ്പ് മണവാട്ടി സഭയെ ഒരുക്കേണ്ട ആവശ്യമുണ്ട്.
കർത്താവിന് തികഞ്ഞവരായ ഒരു കൂട്ടം ആൾക്കാരെ ആവശ്യമുണ്ട്. അതിന് സകല ജ്ഞാനത്തോടും കൂടി ദൈവസഭയെ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. എബ്രായ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ പ്രാരംഭവാക്യം ഒന്ന് നോക്കിയാട്ടെ. 6-ാം അധ്യായം. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിക്കുവാൻ ശ്രമിക്കുക. ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കണം. ഇംഗ്ലീഷിൽ പറയുന്നു എന്താണ്? മൂവിങ് ഓൺ ടു പെർഫെക്ഷൻ, പ്രസ് ഓൺ ടു മെച്യൂരിറ്റി. പരിജ്ഞാന പൂർത്തി എന്ന് പറഞ്ഞാൽ ഒരറിവിൻ്റെ പൂർത്തീകരണം മാത്രമല്ല, ആ അറിവിലൂടെ ഒരു വ്യക്തി ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുകയാണ്. മൂവിങ് ഓൺ ടു പെർഫെക്ഷൻ, പ്രസ് ഓൺ ടു മെച്യൂരിറ്റി. ആ തികവിലേക്ക്, ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവിലേക്ക് ഒരു വ്യക്തി, ഒരു വിശ്വാസി വളർന്നു വരണം. അവൻ തികഞ്ഞവനായി തീരണം. ഞാൻ ഇന്ന് വൈകിട്ട് ഈ മൂവിങ് ഓൺ ടു പെർഫെക്ഷൻ അഥവാ പ്രസ് ഓൺ ടു മെച്യൂരിറ്റി, ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുക, ക്രിസ്തുവിൽ തികഞ്ഞവനായി തീരുക, പരിപൂർണതയിലേക്ക് വളരുക എന്നതിൻ്റെ ചില ചിന്തകൾ പങ്കുവെക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. നാളെ മുതൽ നമ്മൾ അതിൻ്റെ ഓരോ വിഷയങ്ങളും ആത്മാവ് നയിക്കുന്ന പോലെ നമ്മൾ വിശാലമായി ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇന്ന് ഞാൻ അതിന് കുറേ പോയിന്റ്സുകൾ പറയാൻ വേണ്ടി പോവുക. എന്തുവാ ഈ ക്രിസ്തുവിൽ തികഞ്ഞവനാകുക എന്നതിനർത്ഥം? എന്താണ് മൂവിങ് ഓൺ ടു പെർഫെക്ഷൻ്റെ അർത്ഥം? എന്താണ് പ്രസ് ഓൺ ടു മെച്യൂരിറ്റിയുടെ അർത്ഥം? അതിനെക്കുറിച്ചുള്ള ചില പോയിന്റുകൾ മാത്രം ഇന്ന് പറഞ്ഞ് നമ്മൾ ഇന്ന് അവസാനിപ്പിക്കും. നാളെ മുതൽ ആത്മാവ് നയിക്കുന്ന പോലെ നമ്മൾ ഓരോ വിഷയം പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. ഒന്നാമത്തെ അർത്ഥം, 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ഓക്കെ, അവിടെ പറഞ്ഞിരിക്കുന്നത് ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. നോക്കിയേ, രക്ഷയ്ക്കായി വളരുക, മൂവിങ് ഓൺ ടു പെർഫെക്ഷൻ, പ്രസ് ഓൺ ടു മെച്യൂരിറ്റി, ക്രിസ്തുവിൻ്റെ പരിജ്ഞാന പൂർത്തിയിലേക്ക് വളരുക, ക്രിസ്തുവിൽ തികഞ്ഞവനായി തീരുക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ അർത്ഥം രക്ഷയ്ക്കായി വളരുക. ആമേൻ. എന്താണ് രക്ഷയ്ക്കായി വളരുക? അതിൻ്റെ അർത്ഥം നാം രക്ഷിക്കപ്പെട്ടിട്ടില്ലയോ? നാം രക്ഷിക്കപ്പെട്ടവരാണ്, സംശയമൊന്നുമില്ല. നാം യേശുവിനെ സ്വീകരിച്ചപ്പോൾ നാം രക്ഷിക്കപ്പെട്ടവരാണ്. പിന്നെ എന്തിനാ രക്ഷയ്ക്കായ ഒരു വളർച്ച? അത് രക്ഷയുടെ അന്തം അഥവാ നമ്മുടെ തേജസ്കരണം അഥവാ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് പ്രാപിക്കാൻ വേണ്ടിയാണ്. യേശുക്രിസ്തുവിൻ്റെ നാളിൽ, അതായത് അവൻ രണ്ടാമത് മടങ്ങി വരുമ്പോൾ നമ്മുടെ ശരീരത്തെയും കൂടെ വീണ്ടെടുത്ത് നിത്യ അവകാശമായ ദൈവത്തിൻ്റെ തേജസ് നമുക്ക് ദാനമായി നൽകും. അതാണ് രക്ഷയുടെ അന്തം. ആ രക്ഷയുടെ അന്തം അഥവാ തേജസ്കരണം പ്രാപിക്കേണ്ടതിന് നമുക്കൊരു വളർച്ചയുണ്ട്. രക്ഷയ്ക്കായി എന്ത് ചെയ്യണം? വളരണം. ആമേൻ. അപ്പോൾ രക്ഷിക്കപ്പെട്ടോ? രക്ഷിക്കപ്പെട്ടു, ഒരു സംശയവുമില്ല. എന്നാൽ
ഈ രക്ഷയുടെ അന്തമായ തേജസ്കരണത്തിനു വേണ്ടി ക്രമമായിരിക്കുന്ന ഒരു വളർച്ചയുണ്ട്. അതിനാണ് ദൈവസഭയിൽ വചന ശുശ്രൂഷയുടെ പ്രാധാന്യം. ആമേൻ. വചനം ക്രമമായി പഠിപ്പിച്ചെങ്കിൽ മാത്രമേ, വചനത്തിൻ്റെ വെളിപ്പാട് പ്രാപിച്ചെങ്കിൽ മാത്രമേ നിത്യരക്ഷയ്ക്കു വേണ്ടി ഒരു വ്യക്തിക്ക് വളരുവാനായിട്ട് കഴിയുകയുള്ളൂ. നാളെ മുതൽ നമ്മൾ അതിൻ്റെ ചിന്തകൾ ശ്രദ്ധിക്കുന്നതായിരിക്കും, വാക്യങ്ങൾ കാണിക്കുന്നതായിരിക്കും. മൂവിങ് ഓൺ ടു പെർഫെക്ഷൻ, പ്രസ് ഓൺ ടു മെച്യൂരിറ്റിയുടെ മറ്റൊരർത്ഥം 1 Thessalonians 5:23 and 24, ടോട്ടൽ സാങ്ക്ടിഫിക്കേഷൻ ഓഫ് സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി. തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 23-24 വാക്യങ്ങൾ. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. ഒന്ന് കേട്ടെ നിങ്ങൾ. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ആ വാക്യം കണ്ടോ? കംപ്ലീറ്റ് സാങ്ക്ടിഫിക്കേഷൻ. പലരും പറയും പൂർണ്ണ വിശുദ്ധീകരണം ഒന്നും നടക്കത്തില്ലെന്ന്. പക്ഷെ എൻ്റെ പുസ്തകം പറയുന്നു മുഴുവനുമായി ദൈവം നമ്മെ ശുദ്ധീകരിക്കുമെന്ന്. ആമേൻ. നമ്മുടെ പ്രശ്നം ശുദ്ധീകരണം നമ്മൾ ഏറ്റെടുത്തതാണ്. പാപമോചനം നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുത്തു. പക്ഷെ മിക്കപ്പോഴും ശുദ്ധീകരണം നമ്മളിങ്ങ് ഏറ്റെടുത്തു. വചനം പറയുന്നു അങ്ങനല്ല. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മളെ ശുദ്ധീകരിക്കുന്നത് പിതാവാം ദൈവമാണ്. ആമേൻ. അവൻ നമ്മളെ പൂർണ്ണമായി ശുദ്ധീകരിക്കും. അപ്പം മൂവിങ് ഓൺ ടു പെർഫെക്ഷൻ, ക്രിസ്തുവിൻ്റെ തികവിലേക്ക് വളരുക എന്നതിൻ്റെ മറ്റൊരർത്ഥം സമ്പൂർണ്ണ വിശുദ്ധീകരണമാണ്. അടുത്ത വായിക്കുന്നു, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ആമേൻ. ഒരു മനുഷ്യൻ്റെ ആത്മാവിനെയും വീണ്ടും ജനിച്ച ആത്മാവിനെയും അവൻ്റെ പ്രാണൻ എന്ന് പറഞ്ഞാൽ സോൾ, അവിടെ അവൻ്റെ ബുദ്ധിയുണ്ട്, മനസ്സുണ്ട്, വികാരമുണ്ട്, ഇച്ഛയുണ്ട്. ഇതിനെല്ലാം അവൻ്റെ ശരീരത്തെ ഉൾപ്പെടെ ദൈവം സമ്പൂർണ്ണമായി ശുദ്ധീകരിക്കുമെന്ന് വചനം വ്യക്തമാക്കുക. ആമേൻ. നിങ്ങളുടെ ആത്മാവിനെയും നിങ്ങളുടെ പ്രാണൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവൻ എന്ന അർത്ഥം മാത്രമല്ല, നിങ്ങളുടെ മനസ്സ്, ബുദ്ധി, വികാരം, ഇച്ഛ, ഇതിനെല്ലാം ദൈവം ശുദ്ധീകരിക്കുമെന്ന്. നോക്കിയേ, നമ്മുടെ മനസ്സിൽ ഒത്തിരി അശുദ്ധികൾ ഇപ്പോഴും ഇല്ലേ? നമ്മുടെ വികാരങ്ങളിൽ ഒത്തിരി അശുദ്ധികളില്ലേ? നമ്മുടെ ഇച്ഛ അഥവാ നമ്മുടെ തീരുമാനങ്ങളിൽ ഒത്തിരി അശുദ്ധി ഇല്ലേ? ഇതിനെല്ലാം ദൈവം സമ്പൂർണ്ണമായി വിശുദ്ധീകരിക്കുമെന്ന്. യേശുക്രിസ്തുവിൻ്റെ നാളിൽ കുറ്റമില്ലാത്തവരായി, നിന്ദിക്കപ്പെടുവാനില്ലാത്ത രീതിയിൽ നമ്മുടെ ആത്മാവിനെയും ദേഹിയെയും നമ്മുടെ ദേഹത്തെയും കർത്താവ് സമ്പൂർണ്ണമായി ശുദ്ധീകരിക്കുമെന്ന്. അടുത്ത വാക്യം പറയുന്നു, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. ഓക്കെ, നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ അത് നിവർത്തിക്കും. ഏതാ? നമ്മുടെ വിശുദ്ധീകരണം, സമ്പൂർണ്ണ വിശുദ്ധീകരണം നമ്മളെ വിളിച്ച സ്വർഗത്തിലെ പിതാവാം ദൈവം നിവർത്തിക്കുമെന്ന്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മൂവിങ് ഓൺ ടു പെർഫെക്ഷൻ, ക്രിസ്തുവിൻ്റെ തികവിലേക്ക് വളരുക എന്നതിൻ്റെ രണ്ടാമത്തെ അർത്ഥം സമ്പൂർണ്ണ വിശുദ്ധീകരണമാണ്. അത് ദൈവം ചെയ്യും. അതാണ് രക്ഷയ്ക്കായി വളരുക എന്നതിൻ്റെയും മറ്റൊരർത്ഥം. ഞാൻ ആദ്യത്തെ പോയിന്റ് പറഞ്ഞത് രക്ഷയ്ക്കായി വളരുക എന്നതാണ്. രക്ഷയ്ക്കായി വളരുക എന്നതിൻ്റെ തന്നെ മറ്റൊരർത്ഥമാണ് സമ്പൂർണമായ ശുദ്ധീകരണം. ആത്മ ദേഹത്തിൻ്റെ സമ്പൂർണമായ ശുദ്ധീകരണമുണ്ട്. ദൈവം അത് ചെയ്യുമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആമേൻ. മൂന്നാമത്തെ പോയിന്റ്, മൂവിങ് ഓൺ ടു പെർഫെക്ഷൻ്റെ മൂന്നാമത്തെ പോയിന്റ്, റോമാലേഖനം 12-ാം അധ്യായത്തിൽ നിന്നും
അതിൻ്റെ 1-2 വാക്യത്തിൽ നമുക്ക് വായിക്കാം. ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പി. ഈ ലോകത്തിന് അനുരൂപമാകാതെ, 2-ാം വാക്യം, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ദൈവജനത്തോടാ ഇതെല്ലാം പറയുന്നത്. അതിനർത്ഥം രക്ഷിക്കപ്പെട്ടെങ്കിലും പാപം മോചിക്കപ്പെട്ടെങ്കിലും വീണ്ടും ജനിച്ചെങ്കിലും വെള്ളത്തിൽ സ്നാനം പെട്ടെങ്കിലും ആത്മസ്നാനം പ്രാപിച്ചെങ്കിലും അന്യഭാഷ ഉണ്ടെങ്കിലും ശുശ്രൂഷ ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സിന് രൂപാന്തരം വന്നിട്ടില്ല. എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെടും മുമ്പുള്ള അതേ മനസ്സ് തന്നെയാണ്, അതേ ചിന്ത തന്നെയാണ് നമുക്കിപ്പോഴുമുള്ളത്. തോട്ട് പാറ്റേൺ മാറിയിട്ടില്ല. തോട്ട് പാറ്റേൺ മാറുന്നില്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൽ വളർച്ചയുണ്ടാകത്തില്ല. കാരണം ഏതും എന്തും ഒരു മനുഷ്യൻ്റെ രൂപം കൊള്ളുന്നത് അവൻ്റെ ചിന്തയിലാണ്. പാപം ആരംഭിക്കുന്നത് ചിന്തയിലാണ്. വിശുദ്ധി ആരംഭിക്കുന്നത് ചിന്തയിലാണ്. അനുസരണം ആരംഭിക്കുന്നത് ചിന്തയിലാണ്. മത്സരം ആരംഭിക്കുന്നത് ചിന്തയിലാണ്. എല്ലാം എന്തും ആരംഭിക്കുന്നത് അവൻ്റെ മനസ്സിലാണ്. അതുകൊണ്ട് തോട്ട് പാറ്റേൺ മാറുന്നില്ലെങ്കിൽ, ചിന്താരീതികൾ മാറുന്നില്ലെങ്കിൽ, മനസ്സ് പുതുക്കുന്നില്ലെങ്കിൽ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകത്തില്ല. പൊതുവെ ഇന്ന് വിശ്വാസികളായ ദൈവമക്കളെക്കുറിച്ച് ലോകത്തിന് വലിയ പരാതിയുണ്ട്. ഇവർ പ്രസംഗിക്കുന്ന സുവിശേഷമൊന്നും ഇവരുടെ ജീവിതത്തിലില്ല. ഇത് ഇന്ന് എവിടെയും കേൾക്കുന്ന കാര്യമാണ്. നമ്മൾ ഉന്നതമായ സുവിശേഷം പറയുന്നു, വലിയ സത്യം പറയുന്നു, പക്ഷേ ആ ഉന്നതമായ സത്യം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നില്ല. ഈ ഇടയ്ക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന നമ്മുടെ ദേവദാസിനെ കുറിച്ചുള്ള ഒരു കമൻറ്റ് ഞാൻ കേട്ടു. നേരിട്ട് പരിചയമുള്ള വ്യക്തിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ. ഭയങ്കര പ്രാസംഗികനാണ്. പക്ഷേ ഒരു പ്രസംഗത്തിന് സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് പുള്ളിക്ക് ഭയങ്കരമായ ഒരു വയറ്റിൽ പ്രശ്നം ഉണ്ടാകും. നമ്പർ 2 പോകുവാൻ വല്ലാത്തൊരു പ്രേരണയാണ്. പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങിയാൽ ഇതേ പ്രശ്നമാണ്, നമ്പർ 2 പോകണം. അപ്പോൾ ഇത് വലിയ ബുദ്ധിമുട്ടല്ലേ? എല്ലാ ദിവസവും മീറ്റിങ്ങുള്ള ദേവദാസൻ മീറ്റിങ്ങിന് കയറും മുമ്പ് സ്റ്റേജിലോട്ട് കയറാൻ പോകുമ്പോൾ പുള്ളിക്ക് നമ്പർ 2 പോകണം. വലിയ പ്രശ്നമാണ്. മീറ്റിംഗ് കഴിഞ്ഞിറങ്ങിയാൽ നമ്പർ 2 പോകണം. അപ്പം എന്നെ കാറിൽ കൊണ്ടുപോകുന്ന ആ വ്യക്തി പറയാണ്, പാസ്റ്ററെ, ഈ കാണുന്ന റബ്ബർ തോട്ടത്തിലൊക്കെ അദ്ദേഹം മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമ്പർ 2 പോയിട്ടുണ്ട്. ഞാൻ പുള്ളി കൊണ്ടുപോയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയാം എന്നോട്. അപ്പോൾ ഇദ്ദേഹത്തിന് വലിയ പ്രശ്നമായി. അതുകൊണ്ട് ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ പറഞ്ഞു, സാറേ, ഇത് ശാരീരിക രോഗമൊന്നുമല്ല, ഇത് രോഗമൊന്നുമല്ല. ഇതിൻ്റെ കാരണം ഇതാണ്, താങ്കൾ ഉന്നതമായ കാര്യങ്ങളാണ് പ്രസംഗിക്കുന്നത്, പക്ഷേ അതിൽ മിക്കതും താങ്കളുടെ ജീവിതത്തിൽ ഇന്ന് വരെ പ്രാവർത്തികമായിട്ടില്ല. ഇപ്പോൾ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ട് ഇത് പറഞ്ഞ് ഇത് ബോഡിയിൽ അങ്ങ് നിറയുക. അപ്പോൾ താങ്കളൊന്നും പ്രവർത്തിക്കാത്തത് കൊണ്ട് ബോഡിക്ക് തന്നെ അങ്ങനൊരു മാറ്റമുണ്ടായി. ഇതിനെ എങ്ങനെയെങ്കിലും പുറത്തോട്ട് തള്ളണം. ഇതെൻ്റെ വാക്കല്ല, ഒരു സൈക്യാട്രിസ്റ്റ് പറഞ്ഞതാണ്. നിങ്ങളീ പറയുന്ന ഉന്നതമായ ചിന്തകളൊന്നും പ്രവർത്തിക്കാത്തത് കൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ ബോഡി നിറയുക. അപ്പോൾ അത് ബോഡിയുടെ മനസ്സിൻ്റെയും ഒരു ക്രമേണ ഉണ്ടാക്കിയെടുത്ത ഒരു ടെൻഡൻസിയാണ് ടോയ്ലറ്റിൽ പോകുവാനുള്ളൊരു ഫീലിങ്സ്. ഇദ്ദേഹം പോകുന്നതല്ലാതെ പോയിരിക്കുന്നതല്ലാതെ ടോയ്ലറ്റിൽ പോകേണ്ട ആവശ്യമില്ല. ആ ഒരു ഫീലിങ്സ് മാത്രമേ ഉള്ളൂ. വളരെ ചിന്തനീയമായി എനിക്ക് തോന്നി. ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ കണ്ടുപിടുത്തമാണ്.
ഒരു ദൈവദാസൻ ഉന്നതമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതൊന്നും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്തതുകൊണ്ട് ഉണ്ടായ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെ ഒരു പ്രവർത്തനം. ശ്രദ്ധിക്കണമേ ദൈവമക്കളെ, നമ്മൾ എന്തു പറയുന്നുവോ അത് ജീവിക്കേണ്ടവരല്ലേ? അത് ജീവിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം പറഞ്ഞു വരികയാണ്, നമ്മുടെ മനസ്സിന് രൂപാന്തരം വന്നിട്ടില്ല, തോട്ട് പാറ്റേൺ മാറിയിട്ടില്ല. തോട്ട് പാറ്റേൺ മാറാത്തത് കൊണ്ട് നമ്മുടെ ചിന്തകളാണ് നമ്മെ നിയന്ത്രിക്കുന്നത്. ആമേൻ. പ്രത്യേകിച്ച് മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു 80 തുടങ്ങി 90% വരെയുള്ള എല്ലാ രോഗത്തിൻ്റെയും മൂലകാരണം അവൻ്റെ മനസ്സാണ്. നിങ്ങളുടെ ശരീരം പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ ചിന്തകൾക്കും വികാരങ്ങൾക്കും ഒത്തവണ്ണമാണ്. ആമേൻ. എ ബോഡി വർക്ക്സ് ആൻഡ് റിയാക്ട്സ് അക്കോർഡിംഗ് ടു യുവർ ഇമോഷൻസ് ആൻഡ് തോട്ട്സ്. നിങ്ങളുടെ മനസ്സിൽ എന്തുണ്ടോ, ഹൃദയത്തിൽ എന്തുണ്ടോ, അതിനൊത്തവണ്ണമാണ് ശരീരം പ്രവർത്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നത്. ആമേൻ. അതുകൊണ്ട് ജീവിതത്തിൽ ശരിയായ രീതിയിൽ ക്രിസ്തീയ വചനപ്രകാരമുള്ള രൂപാന്തരം ഉണ്ടാകണമെങ്കിൽ മനസ്സിന് നവീകരണം ഉണ്ടാകണം, ചിന്തയ്ക്ക് രൂപാന്തരം ഉണ്ടാകണം. ആ ചിന്തയ്ക്ക് നവീകരണം ഉണ്ടായെങ്കിൽ മാത്രമേ, മനസ്സിന് നവീകരണം ഉണ്ടായെങ്കിൽ മാത്രമേ ജീവിതത്തിൽ രൂപാന്തരപ്പെടുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. അപ്പം മൂവിങ് ഓൺ ടു പെർഫെക്ഷൻ്റെ മറ്റൊരർത്ഥം മനസ്സിൻ്റെ നവീകരണമാണ്. ഹല്ലേലൂയ. അങ്ങനെ മനസ്സ് നവീകരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിൻ്റെ ഹിതമെന്തെന്ന് തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. ആർക്ക് പറയാം ഈ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിൻ്റെ ഹിതമെന്താണെന്ന്? നമ്മെക്കുറിച്ചുള്ള നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിൻ്റെ ഹിതമെന്തുവാ? എന്തുവാ ദൈവത്തിൻ്റെ ഹിതം? ദൈവത്തിൻ്റെ ഇഷ്ടമെന്താ? പുസ്തകം പരിശോധിച്ചേ. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് വേദപുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. നമ്മെ ശുദ്ധീകരിച്ച് അവൻ്റെ നിത്യ തേജസ്സിനു വേണ്ടി രൂപാന്തരപ്പെടുത്തുക, അവൻ്റെ നിത്യ തേജസ് നമുക്ക് ദാനമായി തരിക, അവൻ്റെ നിത്യരാജ്യം നമുക്ക് ദാനമായി തരിക. അതാണ് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിൻ്റെ ഹിതം. റോമാലേഖനം 1-ാം അധ്യായം തുടങ്ങി 11-ാം അധ്യായം വരെ ഈ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിൻ്റെ ഹിതത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുക. ആമേൻ. ഓരോ അധ്യായങ്ങളിലും ദൈവത്തിൻ്റെ ഹിതമെന്താണ്, നമ്മെക്കുറിച്ചുള്ള അവരുടെ നിത്യ പദ്ധതി എന്താണ്, അത് ക്രമത്തിൽ വെളിപ്പെടുത്തിയിട്ടാണ് 12-ാം അധ്യായം തുടങ്ങുന്നത്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. എന്താ ദൈവത്തിൻ്റെ മനസ്സലിവ്? റോമാലേഖനം നോക്കിയാട്ടെ, 1-ാം അധ്യായം പറയുന്നു, സകല മനുഷ്യരും പാപികളാണ്, ദൈവക്രോധത്തിൻ്റെ കീഴിലാണ്, ദൈവം മനുഷ്യനെ ന്യായം വിധിക്കാൻ വേണ്ടി പോകുന്നു. എവിടെ പാപമുണ്ടോ അവിടെ ദൈവത്തിൻ്റെ നീതിക്കൊത്തവണ്ണം ദൈവം ജനത്തെ ന്യായം വിധിക്കും. 1-ാം അധ്യായം വ്യക്തമാക്കുന്നു, ദൈവക്രോധം സകല മനുഷ്യൻ്റെ മേലും ഇറങ്ങി വരുന്നു. 2-ാം അധ്യായം പറയുന്നു, മതഭക്തരായ യഹൂദന്മാർ അവരും പാപികളാണ്, ദൈവക്രോധത്തിന് കീഴിലാണ്, ദൈവം അവരെ ന്യായം വിധിക്കാൻ വേണ്ടി പോകുന്നു. അങ്ങനെ 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം വരെ ദൈവകോപത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് വ്യക്തമാക്കിയിട്ട് 3-21 തുടങ്ങി ദൈവത്തിൻ്റെ രക്ഷയെക്കുറിച്ച്, ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് ആരംഭിക്കുകയാണ്. നിങ്ങൾ കേട്ടോ? ഞാൻ പറഞ്ഞ കേട്ടോ? 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം വരെ മനുഷ്യനെല്ലാം പാപികളാണെന്നും, യഹൂദനും ജാതികളും പാപികളാണെന്നും, ദൈവക്രോധത്തിലാണെന്നും, നിത്യനരകത്തിൻ്റെ കീഴിലാണെന്നും വ്യക്തമാക്കിയിട്ട് 3-21 തുടങ്ങി ദൈവം ഒരു മനുഷ്യനെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്താൽ സൗജന്യമായി നീതീകരിക്കുന്ന വെളിപ്പാടുകൾ രേഖപ്പെടുത്തുകയാണ്. 4-ാം അധ്യായത്തിലും ആ ദൈവത്തിൻ്റെ നീതീകരണത്തെക്കുറിച്ച്, രക്ഷയെക്കുറിച്ച് രേഖപ്പെടുത്തുന്നു. 5-ാം അധ്യായത്തിൽ ആ നീതീകരണത്തിൻ്റെ, ദൈവനീതിയുടെ ഫലത്തെക്കുറിച്ച് രേഖപ്പെടുത്തുന്നു. 6-ാം അധ്യായത്തിൽ ഇനി പാപം ചെയ്യേണ്ട ആവശ്യമില്ല,
പാപത്തിൻ്റെ മേൽ നമുക്ക് വലിയൊരു ജയമുണ്ട് എന്ന് രേഖപ്പെടുത്തുന്നു. ഇനി പാപം ചെയ്യാതെ പാപത്തിന് മരിച്ചവരായി ജീവിക്കാമെന്ന് 6-ാം അധ്യായം രേഖപ്പെടുത്തുന്നു. 7-ാം അധ്യായത്തിൽ സകല കൽപ്പനകളും അനുസരിച്ച് ഓരോ വ്യക്തിക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്ന് രേഖപ്പെടുത്തുന്നു. നാം ന്യായപ്രമാണത്തിന് മരിച്ചു, ഇനി ന്യായപ്രമാണം ചെയ്യേണ്ട ആവശ്യമില്ല. നാം ന്യായപ്രമാണത്തിൻ്റെ കീഴിലല്ല. ഇനി നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ എല്ലാ കൽപ്പനയും അനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള എല്ലാ ക്രമീകരണവും ദൈവം ചെയ്തെന്ന് രേഖപ്പെടുത്തുന്നു. 8-ാം അധ്യായത്തിൽ ഇനി നാം ജഡത്തിൽ നടക്കുന്നില്ല, ജഡത്തിന് ഇഷ്ടം പ്രവർത്തിക്കത്തില്ല. പരിശുദ്ധാത്മാവിനെ നമ്മുടെ അകത്ത് തന്നു, ആ ആത്മാവിൽ നടക്കുവാനുള്ള കൃപ തന്നു. ഇനി നാം ജഡികരല്ല, ആത്മികരാണ്. നമ്മൾ ആത്മികരാക്കി തീർത്തു. അങ്ങനെ 9-ാം അധ്യായം 10-ാം അധ്യായത്തിൽ വീണ്ടും ആ രക്ഷയുടെയും നീതിയുടെയും ദൈവത്തിൻ്റെ ഓരോ അനുഭവങ്ങൾ, ക്രൂശിൻ്റെ അനുഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ട് പറയുകയാണ്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. നിത്യനായ വിധിക്കും നിത്യക്രോധത്തിനും നിത്യനരകത്തിനും വിധിക്കപ്പെട്ട് നമ്മുടെ മേൽ ദൈവം തൻ്റെ മനസ്സലിവ് വെളിപ്പെടുത്തി. ആ മനസ്സലിവിനെ കുറിച്ച്, അഥവാ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതത്തെക്കുറിച്ച് കഴിഞ്ഞ 11 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിട്ട് പറയുകയാണ്, ഈ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. നിങ്ങളിനി പഴയ ആരാധനയ്ക്ക് വേണ്ടി പോകരുത്, പഴയ രീതിയിൽ ജീവിക്കരുത്. നിങ്ങളുടെ മനസ്സ് എന്ത് ചെയ്യണം? പുതുക്കണം. ഈ ലോകത്തിന് നിങ്ങൾ ഇനി അനുരൂപരാകരുത്. കാരണം ഈ ലോകത്തിൽ നിന്നും, പാപത്തിൽ നിന്നും, ജഡത്തിൻ്റെ പ്രവൃത്തിയിൽ നിന്നും, സാത്താൻ്റെ കയ്യിൽ നിന്നും, നിത്യനരകത്തിൽ നിന്നും ദൈവത്തിൻ്റെ മനസ്സലിവിനാൽ നിങ്ങളെ വിടുവിച്ചിരിക്കുക. ഹല്ലേലൂയ. അവൻ നമ്മളെ വിടുവിച്ചിരിക്കുക. ഇനി നാം പാപത്തിൻ്റെ കടക്കാരനല്ല, ഇനി നാം ജഡത്തിൻ്റെ കടക്കാരനല്ല, നാം ഇനി ലോകത്തിൻ്റെ കടക്കാരനല്ല, നാം ഇനി സാത്താൻ്റെ അധികാരത്തിലല്ല, നിത്യനരകത്തിലല്ല, നിത്യമരണത്തിലല്ല. നമ്മെ അവൻ വിടുവിച്ചു. അതവൻ്റെ മനസ്സലിവാ. ആ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. നിങ്ങൾക്കിനി പഴയതുപോലെ ജീവിക്കാൻ പറ്റത്തില്ല, പഴയതുപോലെ ചിന്തിക്കാൻ പറ്റത്തില്ല, ഈ ലോകത്തിലുള്ള ആൾക്കാരെ പോലെ നടക്കാൻ പറ്റത്തില്ല. ഈ ലോകത്തിൻ്റെ സിസ്റ്റങ്ങളിൽ, രീതികളിൽ നിങ്ങൾക്കിനി പോകാൻ പറ്റത്തില്ല. അതിനെന്ത് ചെയ്യണം? മനസ്സിനെ പുതുക്കണം, മനസ്സിനെ നവീകരിക്കണം. എങ്കിൽ മാത്രമേ ഈ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിൻ്റെ ഹിതം ഇന്നതെന്ന് തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. മൂവിങ് ഓൺ ടു പെർഫെക്ഷൻ്റെ ഒരർത്ഥം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അടുത്തത് മർക്കോസിന് സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യം. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണം. മൂവിങ് ഓൺ ടു പെർഫെക്ഷൻ്റെ മറ്റൊരർത്ഥം സ്വയത്തെ ത്യജിക്കുക, സെൽഫ് ഡിനയൽ ആൻഡ് ക്യാരിങ് ദ ക്രോസ്. നമ്മുടെ സ്വയത്തെ ത്യജിച്ചിട്ട് നമ്മുടെ സ്വയത്തെ ത്യജിച്ചിട്ട് സ്വന്തം ക്രൂശ് എടുത്ത് കർത്താവിനെ അനുഗമിക്കണം. അങ്ങനെ സ്വയത്തെ ത്യജിച്ച് സ്വന്തം ക്രൂശ് എടുത്ത് കർത്താവിനെ അനുഗമിക്കുന്നവർക്ക് മാത്രമേ അവൻ്റെ ശിഷ്യനാകാൻ കഴിയുകയുള്ളൂ. എന്തുവാ സ്വയം എന്ന് പറഞ്ഞാൽ? എന്നിലെ ഞാനാണ് എൻ്റെ സ്വയം, എന്നിലെ ഞാനാണ് എൻ്റെ സ്വയം. എൻ്റെ പ്രത്യേകിച്ച് എൻ്റെ വിൽ, എൻ്റെ ഇച്ഛ, എൻ്റെ തീരുമാനം. എന്നെ തന്നെ ത്യജിച്ചെങ്കിൽ മാത്രമേ എനിക്ക് യേശുവിൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ രക്ഷിക്കപ്പെട്ട ദിവസം യേശുവിനെ എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവായിട്ടാണ് ഇങ്ങോട്ട് സ്വാഗതം ചെയ്തത്, അല്ലേ? യേശു മാത്രമാണ് കർത്താവെന്ന് നമ്മൾ ഏറ്റു പറഞ്ഞപ്പോഴാണ് രക്ഷിക്കപ്പെട്ടത്. അങ്ങനെ അവൻ നമ്മിൽ കർത്തൃത്വം നടത്താൻ വേണ്ടി ഇങ്ങ് വന്നു.
നമ്മുടെ ഹൃദയത്തിൻ്റെ സിംഹാസനത്തിൽ അവൻ കർത്താവായി തീർന്നു, രാജാവായി തീർന്നു. ഇനി അവൻ മാത്രമാണ് നമ്മെ ഭരിക്കേണ്ടത്. അവൻ ഇഷ്ടം മാത്രമാണ് നമ്മിൽ നടക്കേണ്ടത്. പക്ഷേ കഴിഞ്ഞ 25 വർഷമായി 30 വർഷമായി എന്നെ ഭരിച്ചുകൊണ്ടിരുന്ന എന്നിലെ ഞാനുണ്ട്. ഈ വ്യക്തിക്ക് വളരെ വേഗമൊന്നും ഹൃദയത്തിൻ്റെ സിംഹാസനം വിട്ട് ആ അധികാരം യേശുവിനൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. ഞാൻ തന്നെയാണ് ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ തീരുമാനമെടുക്കുന്നത്. അങ്ങനെ യേശുവും ഞാനും കൂടി ജീവിതത്തെ ഭരിക്കാൻ പറ്റത്തില്ല. എൻ്റെ ഭരണം മുഴുവനും അവസാനിപ്പിച്ചേ പറ്റൂ. എൻ്റെ അഭിപ്രായമെല്ലാം അവസാനിച്ചേ പറ്റൂ. എൻ്റെ ആശയങ്ങളെല്ലാം അവസാനിച്ചേ പറ്റൂ. എൻ്റെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും തീരുമാനങ്ങളും എല്ലാം അവസാനിച്ചേ പറ്റൂ. അവസാനിക്കുന്നത് വരെ നിങ്ങളുടെ ജീവിതത്തിൽ സംഘർഷങ്ങളും സംഘട്ടനങ്ങളും കണ്ണുനീരുകളും വിലാപങ്ങളും തകർച്ചയും അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കും. ജീവിതത്തിൽ കഷ്ടതയും തകർച്ചയൊക്കെ ഉണ്ടാകുമ്പോൾ ഉപവാസമൊക്കെ ഇരുന്ന് പിശാചിനൊന്നും ഓടിക്കരുത്. അത് സാത്താൻ്റെ കാര്യമൊന്നുമല്ല, ദൈവത്തിൻ്റെ കാര്യമാണ്. എന്തിനാ തകർച്ച വരുന്നത്? നാം ജഡത്തിൽ അഥവാ നമ്മുടെ സ്വയത്തിൽ എന്തു ചെയ്താലും തകർച്ചയുണ്ടാകും. അത് വർഷങ്ങളെടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾ പഠിക്കത്തുള്ളൂ. ആത്മീയ ജീവിതത്തിൽ ദീർഘനാളുകൾ കർത്താവിൻ്റെ കൂടെ നടന്നെങ്കിൽ മാത്രമേ സ്വയത്തിൻ്റെ ശക്തി നിങ്ങൾ തിരിച്ചറിയത്തുള്ളൂ. പിശാചിനേക്കാൾ, ഞാൻ പറയട്ടെ, പിശാചിനേക്കാൾ അവൻ്റെ ശക്തിയേക്കാൾ ഭയങ്കരമാണ് ഒരു മനുഷ്യൻ്റെ സ്വയവും സ്വയത്തിൻ്റെ ശക്തിയും പ്രവർത്തനങ്ങളും. ഒരു മനുഷ്യൻ്റെ സ്വയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന യാതൊന്നും ദൈവം സ്വീകരിക്കത്തില്ല. അതവൻ അറപ്പാണ്. അതുകൊണ്ട് സ്വയത്തിൻ്റെ ശക്തിയെ തകർക്കുന്നത് വരെ ജീവിതത്തിൽ തകർച്ചകളും കഷ്ടങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരിക്കൽ നിങ്ങളുടെ സ്വയം തകർന്നു കഴിയുമ്പോൾ നിങ്ങൾ പറയും, ഐ സറണ്ടർ ഓൾ. ഞാൻ എന്നെ പൂർണ്ണമായി എന്ത് ചെയ്യുന്നു? സമർപ്പിക്കുന്നു. എല്ലാ ദിവസവും ഈ പാട്ടൊക്കെ പാടുമെങ്കിലും ഒന്നും ഐ സറണ്ടർ ഒന്നും ആയിട്ടൊന്നുമില്ല. ഒരിക്കൽ നിങ്ങളുടെ സ്വയത്തിൻ്റെ ശക്തി ത്യജിക്കും, തകരും. അന്ന് സ്വയത്തെ ത്യജിച്ച് നിങ്ങളുടെ സ്വയത്തിൻ്റെ മേൽ ക്രൂശ് വെച്ചിട്ട് കർത്താവിനെ അനുഗമിക്കാൻ തുടങ്ങും. അതാണ് മൂവിങ് ഓൺ ടു പെർഫെക്ഷൻ്റെ മറ്റൊരർത്ഥം. കർത്താവ് സമയം അനുവദിക്കുന്ന പോലെ നമ്മൾ ഈ വിഷയം പഠിക്കുന്നതായിരിക്കും. മറ്റൊന്ന് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 1 തുടങ്ങി 16 വരെയുള്ള ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന കാര്യമാണ്. വാക്ക് അക്കോർഡിംഗ് ടു ദ സ്പിരിറ്റ്. റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം തുടങ്ങി 16 വരെ പറഞ്ഞിരിക്കുന്നത് ആത്മാവിനെ അനുസരിച്ച് നടക്കുക. 13-ാം വാക്യം മാത്രം വായിച്ചാട്ടെ. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. നോക്കിയേ, എപ്പോഴൊക്കെ നാം ജഡത്തിൽ നടക്കുന്നുവോ, ജഡത്തിൻ്റെ ഇഷ്ടത്തിൽ ചിന്തിക്കുന്നുവോ, ജഡത്തിൽ സംസാരിക്കുന്നുവോ, ജഡത്തിൽ പ്രവർത്തിക്കുന്നുവോ, ജഡത്തിൽ തീരുമാനമെടുക്കുന്നുവോ, അപ്പോഴെല്ലാം മരണം വരികയാണ്. ആമേൻ. എന്താ മരണം? ഇവിടുത്തെ മരണം ദൈവവുമായുള്ള വേർപാടാണ്. അഥവാ നിങ്ങളുടെ അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവുമായുള്ള കൂട്ടായ്മ ബന്ധത്തിൻ്റെ നഷ്ടമാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തുണ്ട്. ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും ജനിച്ച മനുഷ്യൻ്റെ ആത്മാവിൽ താമസിക്കുന്നു. ആമേൻ. ആ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ എല്ലായ്പ്പോഴും നിറഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് ആത്മനിറവെന്നൊക്കെ പറയും. ദൈവാത്മാവ് നമ്മുടെ ആത്മാവിലുണ്ട്. എന്നാൽ നമുക്കവനെ അനുഭവിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അവൻ്റെ നിറവുണ്ടാകണം. ആമേൻ. ആത്മാവിൻ്റെ നിറവെന്ന് പറയും. എന്നാൽ ഒരു മനുഷ്യൻ എപ്പോൾ ജഡത്തിൽ ഇടപെടുന്നുവോ, ജഡത്തിൽ സംസാരിക്കുന്നുവോ, ജഡത്തിൽ പ്രവർത്തിക്കുന്നുവോ, ക്ഷണത്തിൽ അവൻ്റെ ഹൃദയത്തിലുള്ള ആത്മനിറവ് നഷ്ടമാകും. അവൻ്റെ ആത്മാവിൽ നിന്നും ദൈവാത്മാവ് പോയി എന്ന് ഞാൻ പറയത്തില്ല.
അവൻ്റെ ആത്മാവിൽ ദൈവാത്മാവ് എപ്പോഴും ഉണ്ടെങ്കിലും ജഡത്തിൽ ഇടപെടുമ്പോൾ, ജഡത്തിൽ സംസാരിക്കുമ്പോൾ, ജഡത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ നിന്നും ആത്മനിറവ് അങ്ങ് പിൻവലിയും. ഹൃദയത്തിൽ ശൂന്യത തോന്നും, ഞെരുക്കം അനുഭവിക്കും, ക്ഷീണം അനുഭവിക്കും, ബലഹീനത തോന്നും. ആ ആത്മീയ സന്തോഷം, രക്ഷയുടെ സന്തോഷം അങ്ങ് നഷ്ടപ്പെടും. അത് അകത്ത് വസിക്കുന്ന ആത്മാവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുകയാണ്. അതിനാണ് മരണം, ദൈവത്തിൽ നിന്നും അകലുക, അഥവാ നമ്മുടെ അകത്ത് വസിക്കുന്ന ആത്മാവിൽ നിന്നുള്ള സെപ്പറേഷനാണ്. ഏതൊക്കെ സമയത്ത് നാം ജഡത്തിൽ ഇടപെട്ടോ ഹൃദയം നോക്കിയേ ശൂന്യമായില്ലേ? ചിലപ്പോൾ ചില പൊട്ടച്ചൊല്ലും കളിവാക്കും പറയുമ്പോൾ തന്നെ നമ്മുടെ അകം കാലിയാകത്തില്ലേ? ഒരു പാപം പറയുമ്പോൾ, ഒരു പാപം പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയം അങ്ങ് ശൂന്യമാകത്തില്ലേ? എന്തോ ഹൃദയത്തിൽ നിന്നും അങ്ങ് മാറിപ്പോയിട്ട് ഒരു ശൂന്യത ഉണ്ടാകത്തില്ലേ? എപ്പോഴൊക്കെ നാം ജഡത്തിൽ നടക്കുവോ അത് മരണം കൊണ്ടുവന്നു. എന്നാൽ ആത്മാവിനാൽ ഈ ശരീരത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിച്ചാൽ നിങ്ങൾ ജീവിക്കും. ആമേൻ. ആത്മാവിൽ നടക്കുക, ആത്മനിറവിൽ ജീവിക്കുക എന്നത് സർവ്വസാധാരണമായി നടക്കേണ്ട കാര്യമാണ്. ഞായറാഴ്ചയിൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയിൽ നമ്മളോട് കൂടി വന്ന് ആരാധിക്കുമ്പോഴല്ല ആത്മനിറവുണ്ടാകുന്നത്. ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ആത്മനിറവിൽ ജീവിക്കുന്നതാണ് ആത്മീയ ജീവിതം. വളരെ ശക്തമായ രീതിയിൽ ദൈവത്തിൻ്റെ മക്കൾ അറിയേണ്ട കാര്യമാണ് ആത്മനിറവിൻ ജീവിതം. ആത്മനിറവിൻ ജീവിതമില്ലെങ്കിൽ ഹൃദയത്തിനകത്ത് മറ്റു ഭാരങ്ങൾ കയറി വരും, വേദനകൾ കയറി വരും, നിരാശ കയറി വരും, സംഘർഷങ്ങൾ കയറി വരും, മറ്റു പാപങ്ങൾ കയറിയിരിക്കും, മോഹങ്ങൾ കയറിയിരിക്കും. അവൻ ആരായിത്തീരും? ആത്മീയത്തിൽ ബലഹീനനായിത്തീരും. അതുകൊണ്ട് മൂവിങ് ഓൺ ടു പെർഫെക്ഷൻ്റെ മറ്റൊരർത്ഥം ആത്മാവിനെ അനുസരിച്ച് നടന്ന് ജഡത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിക്കുക എന്നതാണ്. നമുക്കിപ്പോഴൊരു ജഡമുണ്ട്, ഈ ജഡം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഈ ജഡത്തിനൊരു പ്രവൃത്തിയുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ ഈ ജഡത്തിൻ്റെ പ്രവർത്തികളെ അനുനിമിഷം നാം മരിപ്പിച്ചുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആത്മാവിൽ നടക്കാൻ പറ്റത്തുള്ളൂ. വചനം പറയുന്നു, അങ്ങനെ ആത്മാവിൽ നടക്കുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. താഴോട്ട് വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, രക്ഷിക്കപ്പെട്ടവർ മാത്രമല്ല, രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞവരല്ല ദൈവത്തിൻ്റെ മക്കൾ. പിന്നെ ആരാണ്? ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോഴാണ് നാം ദൈവമക്കളുടെ പദവിയിലോട്ട് പ്രവേശിക്കത്തുള്ളൂ. വളരെ പ്രാധാന്യമാണ് ആത്മാവിൽ നടക്കുക എന്നുള്ളത്. അടുത്ത പോയിന്റ്, മൂവിങ് ഓൺ ടു പെർഫെക്ഷൻ്റെ അടുത്ത പോയിന്റ്, അത് എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിലാണ്. വായിച്ചോ. ഞാൻ 12-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചേക്കാം. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വം പ്രാപിക്കേണ്ടതിന്. നോക്കിയേ, തികഞ്ഞ പുരുഷത്വം പ്രാപിക്കുക. നിങ്ങൾ ഈ വാക്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരു പെർഫെക്റ്റ് അല്ലെ കംപ്ലീറ്റ് മനുഷ്യനായി തീരണം. ആമേൻ. യേശുക്രിസ്തുവാണ് ഈ ഭൂമിയിൽ ജീവിച്ചതിൽ തികഞ്ഞ പുരുഷൻ. ആമേൻ. ദ കംപ്ലീറ്റ് മാൻ എവർ ലീവ്ഡ് ഇൻ ദിസ് വേൾഡ്, ദാറ്റ് ഈസ് ജീസസ് ഓഫ് നസറേത്ത്. അവൻ മാത്രമേ തികഞ്ഞ പുരുഷനായിട്ടുള്ളൂ, തികഞ്ഞ മനുഷ്യനായിട്ടുള്ളൂ. നാം ആരും തികഞ്ഞവരല്ല. എന്താ കാരണം? പാപത്താൽ നമ്മുടെ അകത്തുള്ള മാൻഹുഡ്, നമ്മുടെ പുരുഷത്വം ഉടക്കിപ്പെട്ടു പോയി. ആമേൻ. പാപത്താൽ നമ്മുടെ പുരുഷത്വം അഥവാ മാൻഹുഡ് ഉടക്കിപ്പെട്ടു പോയി. അതുകൊണ്ട് നമ്മൾ പുറമെ ആണുങ്ങളാണെങ്കിലും അകമേ എന്തില്ല? പുരുഷത്വമില്ല. ആണും പുരുഷനും രണ്ടും വ്യത്യാസമുണ്ട്.
21 വയസ്സ് പൂർത്തിയായാൽ അവൻ ആണാകും. മീശ കിളിച്ചു, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞു, കുഞ്ഞുണ്ടായി, അവൻ ആണാണ് തെളിയിച്ചു. അതിൻ്റെ അർത്ഥം അവൻ്റെ അകത്ത് പുരുഷത്വം ഉണ്ടാകണമെന്നില്ല. പുരുഷത്വം യേശുക്രിസ്തുവിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് നമ്മുടെയൊക്കെ പുരുഷത്വം ഉടയ്ക്കപ്പെട്ടതാണ്. യേശുക്രിസ്തുവാണ് തികഞ്ഞ മനുഷ്യൻ. ആ യേശുക്രിസ്തുവിനെ പോലെ നമ്മെ തികഞ്ഞ പുരുഷന്മാരാക്കി തീർക്കണം. യേശുക്രിസ്തുവിനെ പോലെ നമ്മെ തികഞ്ഞ മനുഷ്യന്മാരാക്കി തീർക്കണമെന്ന്. രക്ഷയുടെ വളർച്ചയിൽ ഉൾപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ തികഞ്ഞ പുരുഷത്വം പ്രാപിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കണം. ഇപ്പം നിങ്ങൾ എന്നെ ഇത്രയും നേരം വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇപ്പം പലർക്കും കാര്യം മനസ്സിലാകുന്നില്ല. ഇവിടെ നോക്കിയേ, തികഞ്ഞ പുരുഷത്വത്തിൻ്റെ ഒരു ലക്ഷണം പറയാം. യാക്കോബ് പറയുന്നു, വാക്കിൽ തെറ്റാത്തവൻ ആരാണ്? സൽഗുണപൂർത്തിയുള്ള പുരുഷനാ. തികഞ്ഞ പുരുഷനാണോ? ഒരു തെളിവ് പറയുക. എന്താണ്? വാക്കിൽ തെറ്റത്തില്ല. യേശുവിനെ നോക്കിയേ, അവൻ ഒരിക്കൽ പോലും വാക്കിൽ തെറ്റിയിട്ടില്ല. ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വ. ആമേൻ. നമ്മളങ്ങനാണോ? അല്ല. രാവിലെ 7 മണിക്ക് ഒരു വാക്ക് പറയും, 10 മണിക്ക് അത് എന്ത് ചെയ്യും? നമ്മൾ തെറ്റിക്കും. 10 മണിക്ക് വേറൊരു വാക്ക് പറയും, ഉച്ചയ്ക്ക് 12 മണിക്ക് അത് പിന്മാറും. ഉച്ചയ്ക്ക് 1 മണിക്ക് ഒരു വാക്ക് പറയും, വൈകിട്ട് 4 മണിക്ക് പിൻവലിക്കും. എന്താ കാരണം? മനസ്സിലായില്ല. നമ്മൾ തികഞ്ഞവരല്ലാത്തത് കൊണ്ടാ, തികഞ്ഞ പുരുഷത്വം ഇല്ലാത്തത് കൊണ്ടാ. എന്നാൽ യാക്കോബ് പറയുന്നു, വാക്കിൽ തെറ്റാത്തവൻ സൽഗുണപൂർത്തിയുള്ള പുരുഷനാണ്, തികഞ്ഞവനാണ്. യേശുവിനെ നോക്കിയാട്ടെ, പുരുഷത്വത്തിൻ്റെ ലക്ഷണം മുഴുവൻ എവിടെയുണ്ട്? യേശു കർത്താവിലുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. മറ്റുദാഹരണം പറയാം. ഒരു പുരുഷൻ്റെ ലക്ഷണം സ്വന്തം അബദ്ധങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവനാണ് പുരുഷൻ. അബദ്ധം വന്നാൽ ആ അബദ്ധത്തിൻ്റെ ഉത്തരവാദിത്വം മറ്റൊരു വ്യക്തിയുടെ തലയിൽ കെട്ടിവെക്കത്തില്ല. എന്ന് വെച്ചാൽ മറ്റൊരാളെ കുറ്റം പറയത്തില്ല. ഇതെൻ്റെ തെറ്റാണെന്ന് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പ്രാപ്തിയുണ്ടെങ്കിൽ അവൻ പുരുഷത്വത്തിലേക്ക് വളരുന്നവനാണ്. അതുമാത്രം പോരാ, സ്വന്തം അബദ്ധങ്ങളുടെ ഉത്തരവാദിത്വം മാത്രമല്ല ഏറ്റെടുക്കുന്നത്, തൻ്റെ കൂടെ നിൽക്കുന്ന വ്യക്തികളുടെ അബദ്ധങ്ങളുടെ ഉത്തരവാദിത്വങ്ങളും കൂടെ ഏറ്റെടുക്കുന്നവനാണ് പുരുഷൻ. എന്ന് വെച്ചാൽ, ഞാനൊരു പാസ്റ്ററാണെങ്കിൽ എൻ്റെ സഭയിൽ നടക്കുന്ന സകല വിഷയത്തിൻ്റെയും ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും. ഞാനൊരു ഭർത്താവാണെങ്കിൽ എൻ്റെ ഭാര്യയുടെ ജീവിതത്തിൽ വരുന്ന സകല വീഴ്ചകളുടെയും ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും. അവളെ കുറ്റം പറയത്തില്ല. മനസ്സിലായില്ലേ? ഞാൻ തികഞ്ഞ പുരുഷനാണെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്ന, എൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ നിൽക്കുന്ന സകലരുടെ വീഴ്ചകളുടെ ഉത്തരവാദിത്വവും കൂടെ എന്ത് ചെയ്യും? ഞാൻ ഏറ്റെടുക്കും. പുരുഷത്വ ലക്ഷണമാണ്. മറ്റൊരു ലക്ഷണം, ഓപ്പോസിറ്റ് സെക്സിനോടുള്ള സമീപനം അതെപ്പോഴും നിർമ്മലമായിരിക്കും. യേശുവിൻ്റെ കൂടെ ധാരാളം സ്ത്രീകളുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും ആ സ്ത്രീകളിൽ അവന് മോഹമുണ്ടായിട്ടില്ല, അല്ലെങ്കിൽ പാപമുണ്ടായിട്ടില്ല. നമ്മുടെ ഹൃദയം നോക്കിയാട്ടെ, ഓപ്പോസിറ്റ് സെക്സിനോടുള്ള നമ്മുടെ ഹൃദയത്തിൻ്റെ മനോഭാവം എന്താണ്? അത് മാത്രം നോക്കിയാൽ മതി നിങ്ങൾ തികഞ്ഞ പുരുഷത്വം ഉള്ളവരാണോ ഇല്ലയോ എന്നറിയാൻ. ഓപ്പോസിറ്റ് സെക്സിനോട് നിർമ്മലതയോടുകൂടെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ പുരുഷത്വം ഉടയ്ക്കപ്പെട്ടിരിക്കുക. പുരുഷത്വം പുരുഷന് മാത്രമല്ല, ആർക്കുമുണ്ട്? സ്ത്രീക്കുമുണ്ട്. ഹൃദയം നോക്കിയാൽ മാത്രം മതി. നോക്കിയേ, പാപത്താൽ നമ്മൾ വാടിക്കൊഴിഞ്ഞ മനുഷ്യക്കോലങ്ങളാണ്. എന്നാൽ രക്ഷയുടെ പാക്കേജിൽ, രക്ഷയ്ക്കായുള്ള വളർച്ചയിൽ ദൈവം നമ്മെ യേശുക്രിസ്തുവിൻ്റെ തികഞ്ഞ പുരുഷത്വത്തിലേക്ക്, യേശുക്രിസ്തുവിൻ്റെ സമ്പൂർണതയിലേക്ക് നമ്മെ വളർത്തിയെടുക്കുക. അടുത്ത വാക്യം പറയുന്നു, അതേ വാക്യം തന്നെ, ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുക. നോക്കിയേ,
എന്തുവാ ക്രിസ്തുവിൻ്റെ സമ്പൂർണത? സോ നോക്കിയേ, ദ ഫുൾനെസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ സമ്പൂർണത. ആ പ്രായത്തിൻ്റെ അളവ് നാം പ്രാപിക്കണം. കേൾക്കാൻ പറ്റുമോ? യേശു ക്രിസ്തുവാണ് പൂർണ്ണനായ പുരുഷൻ. അവൻ തികഞ്ഞവനാണ്, എല്ലാത്തിലും അവൻ, എല്ലാ അളവിലും അവൻ പരിപൂർണനാണ്. ആ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുവോളം നാം വളരണം. മൂവിങ് ഓൺ ടു പെർഫെക്ഷൻ്റെ മറ്റൊരർത്ഥം പറയുകയാണ് ക്രിസ്തുവിൻ്റെ സമ്പൂർണത. ആ സമ്പൂർണതയുടെ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുവോളം നാം വളരണം. നോക്കിയേ, രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, ആത്മാവിനെ പ്രാപിക്കുക എന്നൊക്കെ പറഞ്ഞാൽ 1-ാം ക്ലാസ്സിൽ പോയി അഡ്മിഷൻ വാങ്ങിച്ചിട്ടേ ഉള്ളൂ. നിങ്ങൾ എന്നെ കേൾക്കണമേ. രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, ആത്മാവിനെ പ്രാപിക്കുക, അന്യഭാഷാ ഭാഷണവും ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞാൽ 1-ാം ക്ലാസ്സിൽ പോയി അഡ്മിഷൻ വാങ്ങിച്ചിട്ടേ ഉള്ളൂ. ഇനി ഈ രക്ഷയ്ക്കായി വളർച്ചയുണ്ട്, അവിടെ സമ്പൂർണ്ണ വിശുദ്ധീകരണമുണ്ട്. ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുവോളം വലിയൊരു വളർച്ചയുണ്ട്. ഞാൻ നോർത്ത് ഈസ്റ്റിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. ഞാൻ എല്ലാ മിഷൻ്റെയും നേതാക്കന്മാരെ കാണുമ്പോൾ ചോദിക്കും, ദേവസ്വന്മാരെ, ആത്മാക്കളെ നേടാൻ നമുക്കൊത്തിരി മാർഗങ്ങളുണ്ട്, ഒത്തിരി പ്രോജക്റ്റുകളുമുണ്ട്. കോടിക്കണക്കിന് രൂപ ആത്മാക്കളെ നേടാൻ വേണ്ടി മിഷൻ ഫീൽഡിൽ നമ്മൾ ചിലവഴിക്കുന്നുണ്ട്. നല്ലതാണ്, അങ്ങനെ ചെയ്യണം. എൻ്റെ ചോദ്യം, ഇങ്ങനെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയ്ക്കകത്തു വന്ന വ്യക്തിയെ ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവിലേക്ക് വളർത്തിയെടുക്കുവാൻ നിങ്ങൾക്ക് എന്താ പ്രോജക്റ്റ് ഉള്ളത്? പ്ലീസ് ചിന്തിക്കണം. സുവിശേഷ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ ഒത്തിരി കൊടുക്കുന്നുണ്ട്, കൊടുക്കണം, ഇനിയും കൊടുക്കണം, പ്രവർത്തിക്കണം, പ്രസംഗിക്കണം. എൻ്റെ ചോദ്യം, ഈ രക്ഷിക്കപ്പെട്ട് സഭയ്ക്കകത്ത് വന്ന ഈ ദൈവത്തിൻ്റെ പൈതൽ, അവൻ്റെ അകത്ത് മുഴുവനും പ്രശ്നങ്ങൾ മാത്രമാണ് ഉള്ളത്. അവനെ പ്രശ്നങ്ങൾ പരിഹരിച്ച് രക്ഷയ്ക്കായി വളർത്തി, വിശുദ്ധിയിലേക്ക് വളർത്തി, ക്രിസ്തുവിൻ്റെ പുരുഷത്വത്തിലേക്ക് വളർത്തിയെടുത്ത് ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവിലെത്തിക്കുവാൻ ദൈവസഭയ്ക്ക് എന്ത് പ്രോഗ്രാമുണ്ട്? തനി ആരും വളർത്തില്ല. തനിയെ വളരുമായിരുന്നെങ്കിൽ 5 തരത്തിലുള്ള ശുശ്രൂഷകന്മാരെ കുറിച്ച് അവിടെ പറയത്തില്ല. ദൈവസഭയിൽ അപ്പോസ്തലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ് എന്നുള്ള 5 ശുശ്രൂഷകന്മാരെ നിയമിച്ചിരിക്കുന്നത് സഭയെ ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവിൽ എത്തിക്കാൻ വേണ്ടിയാണ്. എൻ്റെ ചോദ്യം, നമുക്ക് എന്ത് പ്രോജക്റ്റ് ഉണ്ട്? ഈ കുഞ്ഞുങ്ങളെ വളർത്താൻ, നമ്മുടെ ഈ കൊച്ചുകുട്ടികളെ വളർത്താൻ, നമ്മുടെ യൂത്തിനെ വളർത്താൻ, അവരെ ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവിലേക്ക് വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോജക്റ്റ് ഉണ്ടോ? നിങ്ങൾ അതിനുവേണ്ടി ബഡ്ജറ്റ് മാറ്റിവെച്ചോ? അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി നമുക്ക് പ്രോഗ്രാം ഉണ്ടാകണം. ജനത്തെ ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവിലെത്തിക്കുവാൻ ഒരു വലിയ ദൗത്യം ദൈവസഭയ്ക്കുണ്ടെന്ന് മറന്നു പോകരുത്. മൂവിങ് ഓൺ ടു പെർഫെക്ഷൻ്റെ 1-2 അർത്ഥവും കൂടെ ഇനി എനിക്ക് പറയാൻ വേണ്ടി ഉണ്ടെങ്കിലും ഒരെണ്ണം കൂടെ പറഞ്ഞ് ഞാൻ ഇന്ന് അവസാനിപ്പിക്കാം. വെളിപാട് പുസ്തകത്തിൻ്റെ 2-3 അധ്യായങ്ങൾ ഞാൻ ഓർത്ത് എനിക്ക് എല്ലാം തീർക്കാൻ പറ്റുമെന്ന്, പക്ഷേ എല്ലാം എത്തുന്നില്ല. ഒന്നും കൂടെ പറയാം. വെളിപാട് പുസ്തകം 2-3 അധ്യായങ്ങൾ മുഴുവനും ഇപ്പം വായിക്കണ്ട, വീട്ടിൽ പോയി വായിക്കണം. 7 സഭയ്ക്കും ദൂതെഴുതുക. 7 സഭയോടും ദൂതെഴുതുമ്പോൾ ഒരു കോമൺ മെസ്സേജ് ഉണ്ട്. എല്ലാ സഭയോടും ദൂതെഴുതി അവസാനിപ്പിക്കുമ്പോൾ ഒരു കോമൺ ദൂതുണ്ട്. എന്താ അറിയാമോ? ജയിക്കുന്നവൻ, 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 ജയിക്കുന്നവൻ. ആമേൻ. ജയാളികളാകണം. ആമേൻ. മൂവിങ് ഓൺ ടു പെർഫെക്ഷൻ്റെ മറ്റൊരർത്ഥം ബിക്കമിങ് ആൻ ഓവർകമർ, ജയാളിയായി തീരുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, എന്തുവാ ജയാളികളാകുക? തൊട്ട് മുമ്പുള്ള പുസ്തകം, യൂദയുടെ പുസ്തകത്തിൽ വീണുപോയ ഒരു കൂട്ടം ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. ആമേൻ. യൂദയുടെ പുസ്തകത്തിൽ ക്രമത്തിൽ പറഞ്ഞിരിക്കുക വീണുപോയ ഒരു കൂട്ടം ആൾക്കാർ.
ആ വീണുപോയ ആൾക്കാരെ കുറിച്ച് പറയാനാണ് യൂദയുടെ പുസ്തകം. എന്നിട്ട് വെളിപാട് പറയുന്നത് ജയിക്കുന്നവനെ കുറിച്ച് പറയാനാ. ഹല്ലേലൂയ. എന്തുവാ ജയാളികളാകുക പറഞ്ഞാൽ? ഒന്ന്, പാപത്തിൻ്റെ മേൽ ജയാളികളാകുക. ഞാൻ വ്യക്തമായി പറയാം, പാപത്തിൻ്റെ മേൽ നമുക്കൊരു ജയമുണ്ട്. പാപം ചെയ്ത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് വീണ്ടും പാപം ചെയ്ത് ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് വീണ്ടും പാപം ചെയ്ത് ശുദ്ധീകരണം പ്രാപിച്ച് അങ്ങനെ പോകുന്നല്ല ആത്മീയ ജീവിതം. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നടക്കാം. അതിനുശേഷം ഓരോ പാപത്തിൻ്റെ മേൽ നിങ്ങൾ ജയമെടുത്ത് പാപത്തിൻ്റെ മേൽ ജയാളികളായിത്തീരും. എന്നും പാപം ചെയ്ത് ജീവിക്കേണ്ട ആവശ്യമില്ലെന്ന്. ആമേൻ. പാപത്തിൻ്റെ മേൽ നമുക്ക് ജയമുണ്ട്. 2, ജഡത്തിൻ്റെ സകല പ്രവൃത്തികളുടെ മേൽ, ജഡത്തിൻ്റെ സകല ഇച്ഛകളുടെ മേൽ, ജഡത്തിൻ്റെ സകല അഭിലാഷങ്ങളുടെ മേൽ നമുക്ക് ജയമുണ്ട്. നാം ഇനി ജഡത്തിൻ്റെ കടക്കാരനല്ല, ജഡത്തിൻ്റെ മേൽ നമുക്ക് ജയമുണ്ട്. 3, ലോകത്തിൻ്റെ മോഹങ്ങൾ, ലോകത്തിൻ്റെ സിസ്റ്റം, ഇതിൻ്റെ മേൽ നമുക്ക് ജയമുണ്ട്. നാം ഈ ലോകക്കാരല്ല. ആമേൻ. ഈ ലോകത്തിൻ്റെ മേൽ, ലോകത്തിൻ്റെ എല്ലാ തന്ത്രങ്ങളുടെ മേൽ ദൈവമക്കൾക്ക് ജയമുണ്ട്. 4, പിശാചിൻ്റെയും അവൻ്റെ സകല തന്ത്രങ്ങളുടെയും സകല പരീക്ഷകളുടെ മേൽ ദൈവമക്കൾക്ക് ആത്യന്തികമായ ജയമുണ്ട്. പിശാച് അവൻ്റെ സകല ശക്തികളും നരകത്തിൻ്റെ മുഴുവൻ ശക്തികളും ഒരു ദൈവപൈതലിൻ്റെ കാലിൻ്റെ ചൂട്ടിലാണ്. ആമേൻ. ഒന്നും നിങ്ങൾക്ക് ഒരു ദോഷവും വരുത്തത്തില്ല. അവൻ നിങ്ങളുടെ അധികാരത്തിലാണ്. മാത്രമല്ല അവൻ്റെ പരീക്ഷകളുണ്ട്, തന്ത്രങ്ങളുണ്ട്. ആ പരീക്ഷകളുടെയും തന്ത്രങ്ങളുടെയും മേൽ നിങ്ങൾ ജയാളികളായിത്തീരും. അങ്ങനെ ജയാളികളായിത്തീരുന്ന ഒരു കൂട്ടമാണ് മണവാട്ടി സഭ. ആമേൻ. ഹല്ലേലൂയ. ക്രിസ്തുവിൽ തികഞ്ഞവരാകുന്ന, വിശുദ്ധീകരണം പ്രാപിക്കുന്ന, ക്രിസ്തുവിൻ്റെ പുരുഷത്വം പ്രാപിക്കുന്ന, ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുന്ന ജയാളികളുടെ ഒരു കൂട്ടമാണ് ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭ. കർത്താവിന് അങ്ങനെ ജയാളികളുടെ ഒരു കൂട്ടത്തെ ആവശ്യമുണ്ട്. ഈ കൂട്ടം ഈ ദിവസങ്ങളിൽ ജയാളികളാകുവാൻ ദൈവം ആഗ്രഹിക്കുക. നിങ്ങൾ ക്രിസ്തുവിൽ തികഞ്ഞവരാകുവാൻ കർത്താവ് ആഗ്രഹിക്കുക. നിങ്ങൾ സമ്പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുക. ഇതിന് നമ്മുടെ മേൽ വലിയ ഭാരമൊന്നുമില്ല. അവൻ ചെയ്യും. നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തന. അവൻ കൃപ തന്ന് അവൻ്റെ കൃപയാൽ നിങ്ങളെ ജയാളികളാക്കും. എൻ്റെ ഈ പ്രസംഗം കഴിയുമ്പോൾ നിങ്ങൾ ഭാരത്തോടെ മടങ്ങിപ്പോകരുത്. ദൈവത്തിൻ്റെ കാര്യപരിപാടി വിശുദ്ധീകരണം പ്രാപിക്കണം, ജയാളികളാകണം, തികഞ്ഞവരാകണം എന്നുള്ളതാണ്. എന്നാൽ അതിൻ്റെ ഭാരം അവൻ നമ്മുടെ മേൽ വെക്കുന്നില്ല. ആ ഭാരം അവൻ ക്രൂശിൽ എടുത്തു കഴിഞ്ഞു. ആമേൻ. നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവനത് നിവർത്തിക്കും. ഹല്ലേലൂയ. അവൻ കൃപ തന്ന് നിങ്ങളെ ജയാളിയാക്കും. എൻ്റെ 25 വർഷമായി ഞാൻ മിനിസ്റ്ററിലായിട്ട് കുറേ വർഷങ്ങൾ ഞാൻ കഠിനാധ്വാനം ചെയ്തു, പാപത്തെ ജയിക്കാനും ലോകത്തെ ജയിക്കാനും ഒക്കെ. പക്ഷെ എനിക്ക് മനസ്സിലായി എൻ്റെ അധ്വാനം കൊണ്ടൊന്നും ജയിക്കത്തില്ല. ഞാൻ എവിടെ പരാജയപ്പെട്ടോ അവിടെ പറഞ്ഞു, കർത്താവേ കൃപത, അവിടെ കൃപ തന്നു. ആ മർമ്മം മറന്നു പോരുത്. നിങ്ങൾ എവിടെ പരാജയപ്പെട്ടോ അവിടെ മാത്രമേ കൃപയുണ്ടാകത്തുള്ളൂ. ഒരുമിച്ച് എഴുന്നേറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ